ഹായ്, എന്തൊരു ഭംഗിയാണല്ലേ ഇത്രയും പൂക്കൾ ഒരുമിച്ച് പൂത്തൊരുങ്ങി നിൽക്കുന്ന കാണാൻ. പലതരം മുല്ലകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുല്ല കാണുന്നത്. ഇതിൻ്റെ പേരാണ് മണിമുല്ല. ഈ മഞ്ഞുകാലത്ത് മാത്രം പൂക്കുന്ന ഈ മണിമുല്ല വേറെ എവിടെയല്ല, കൊച്ചിയിലെ പൊന്നുരുങ്ങി ഈസ്റ്റിലെ ഷാജി ചേട്ടൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലെന്ന് പറയുമ്പോൾ ഒരു ഏരിയയിലല്ല, ഇതൊരു ടെറസിൻ്റെ മുകളിലാണ് ഈ ചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഈ മണിമുല്ലിനെ കുറിച്ചും ചേട്ടനെ കുറിച്ചും ഒന്ന് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ ഒരു കുളിർമയാണ് കണ്ണിന് കിട്ടുന്നത്. കാരണം ഇങ്ങനെ വെളുത്ത മണിമുല്ല പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പോൾ ഈ സീസണിൽ തുടങ്ങിയിട്ട് ഒരു 5-6 ദിവസമായിട്ടുള്ളത്. വർഷത്തിലൊരിക്കലും ഇത് പൂക്കാറുള്ളത്, അതായത് മഞ്ഞ് സമയത്ത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പൂക്കുന്നത്. ഇവിടെ ഇച്ചിരി വൈകിയെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഇവിടെ തണുപ്പ് മഞ്ഞ് കുറവായിരുന്നു. തെക്കൻ ഭാഗത്തൊക്കെ നേരത്തെ പൂത്ത് കഴിഞ്ഞു. എങ്കിലും ഇത് വർഷത്തിലൊരിക്കലും പൂക്കണ ചെടിയാണ് മണിമുല്ല. അതുവരെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ ഇലയിട്ട് പച്ചയിലയിട്ട് കിടക്കും. ഇതിപ്പോൾ ചേട്ടൻ ഇത് എവിടെ നിന്നാണ്? ഞാനൊരു നേഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. അത് 100 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അത് യൂട്യൂബിലൊക്കെ കണ്ടാൽ അങ്ങനെ താല്പര്യം തോന്നി വാങ്ങിയത് നട്ടപ്പോൾ ചെറിയ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൊടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വളവും ചെയ്തിട്ടില്ല. അപ്പം ഇത് ഇങ്ങനെ വളരാനായിട്ട് ഒരു വളവും വേണ്ട, വെള്ളം മാത്രം. വേനൽക്കാലത്ത് അല്ലെങ്കിൽ തന്നെ ഇത് വേര് ഇവിടുന്ന് വെള്ളം വലിച്ചെടുത്തോളൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ പൂവിൻ്റെ പേരെന്ന് പറയുന്നത് മണിമുല്ല എന്നാണ്. മണിമുല്ല. അപ്പോൾ മുല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം മണമുള്ളതാണ്. ഇതിന് വല്ല മണോ? അത് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്. മുല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരെ നല്ല മണമുള്ള ഒരു സംഭവം. ഇതിന് അങ്ങനെയില്ല. അത് നമ്മൾ വിരിയുമ്പോൾ തന്നെ ഇപ്പം ഇന്ന് രാവിലെയൊക്കെ നമ്മൾ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാറ്റ് വരുമ്പോൾ ഒരു സ്മെല്ല് കിട്ടും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സ്മെല്ലില്ല. ഇതിന് കാണാൻ ഭംഗിയാണ്, ഇങ്ങനെ കൊലകുത്തി ഇങ്ങനെ കിടന്ന് കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഭംഗി. അലങ്കാര പുഷ്പമാണ്. അലങ്കാര പുഷ്പമാണ്, ലൈഫില്ല. ഇങ്ങനെ കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. ഈ ഇപ്പോൾ ബ്രൈഡൽ ബൊക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ കൊടുക്കാമെന്ന് വെച്ചാലും അത് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇത് പോകും, അതിൻ്റെ കളർ ഭംഗി നഷ്ടപ്പെടും. ഇപ്പം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കാണാം കുറേ കുഞ്ഞു തേനീച്ചകൾ പോലുള്ളതൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നത്. ഇതിനെ ശരിക്കും ഇപ്പോൾ ആകർഷിക്കുന്നത് തേനീച്ചകളാണോ അല്ലെങ്കിൽ പക്ഷികളാണോ പൂമ്പാറ്റകളാണോ? പൂമ്പാറ്റകളൊന്നുമില്ല, പക്ഷികളുമില്ല, തേനീച്ചകളാണ്. തേനീച്ചകൾ നമ്മൾ അടുത്ത് നോക്കി അറിയാം, അങ്ങനെ മെന്തിക്കൊണ്ടിരിക്കും. ഈ ഫുൾ വേണ്ട ഇവിടെയൊക്കെ നോക്കിയ തേനീച്ചകളാണ്. ഇതിനൊരു ഇംഗ്ലീഷ് പേര് ക്രിസ്മസ് ക്രീപ്പർ എന്ന് പറയും. അങ്ങനെ ഒരു പേരും കൂടെ ക്രിസ്മസ് കാലഘട്ടത്തിൽ വിരിയണമായിരിക്കും അങ്ങനെ ആ ഒരു പേര് വന്നത്. ഇത് കാണാനിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരും, കാരണം ഈ പരിസരത്തൊന്നും അങ്ങനെ അധികം ഇല്ല. കുട്ടികളാണെങ്കിൽ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനും വരും. ഒരുപാട് സ്ഥലത്ത് ദൂരെ നിന്നൊക്കെ വരും, ഈ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കണ്ട കാരണം. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടി കഴിയുമ്പോൾ മഴ പോലെയാവും. അപ്പോൾ ഇത് എത്ര ദിവസം ഇങ്ങനെ ശരിക്കും ഒരു 4 ദിവസം നിൽക്കുള്ളൂ. 4 ദിവസം കഴിഞ്ഞാൽ പോകും. ആദ്യം വിരിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞച്ച് പോകും. പിന്നെ അടുത്തത് പിന്നെ വിരിയും, അങ്ങനെയാണ്. അടുത്തത് വിരിയാൻ ഇനിയില്ല. അപ്പം മുട്ടിട്ട് ഇതുപോലത്തെ മുട്ടൊക്കെ ഇങ്ങനെ വിരിയാൻ സാധ്യതയുള്ളു. പിന്നെ മുട്ടൊക്കെ വിരിയണതൊക്കെ ഒന്നിച്ച് തന്നെ മുട്ട ഉണ്ടാവും. അവിടെയൊക്കെ കണ്ട കുറച്ച് മുട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി ലാസ്റ്റ് കുറച്ച് വിരിഞ്ഞ് അങ്ങനെ തീരുന്നു മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും പടർന്ന് കിടക്കാണല്ലോ, അപ്പോൾ വല്ല പാമ്പോ അല്ലെ വല്ല ഇഴജന്തുക്കളൊക്കെ വന്ന്? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 3 കൊല്ലമില്ലേ, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ മുകളിലേക്ക് തന്നെ കയറിയിട്ടൊന്നും അവിടെ കൂടെയാണ് ഞങ്ങൾ നടക്കലും പിടിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പറയണൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ പടത്തി കഴിഞ്ഞാൽ പച്ചിലപ്പാമ്പ് വരും എന്നൊക്കെ, പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കിളികളൊക്കെ കൂട്ടി എപ്പോഴും നല്ലൊരു നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഈ മണിമുല്ലയെ കാണാനായിട്ട് നിരവധി മനുഷ്യരും അതുപോലെ തന്നെ തേനീച്ചകളും പക്ഷികളും ഇവിടെ വരുന്നുണ്ട്. അതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഈ മണിമുല്ല എന്ന് പറയുന്ന ഈ പൂവ് ഇങ്ങനെ പടർന്ന് പന്തലിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മണിമുല്ല എന്ന് മാത്രമല്ല അറിയപ്പെടുന്നത്, നാഗവല്ലി മുല്ല എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ പൂവിനൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം മാത്രമേ ഇത്ര ഭംഗിയോടുകൂടി നിൽക്കുള്ളൂ. പിന്നുള്ള 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തായും ഈ താഴെ വീണ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 4-5 ദിവസം മാത്രമേ നമുക്ക് ഇത്ര ഭംഗിയോടുകൂടി ഈ പൂവിനൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ എത്ര വർഷം എടുത്തിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു പടർന്ന് പിടിച്ചത്? ആകെ 3 വർഷമേ ഉള്ളൂ.
ആദ്യത്തെ വർഷം നട്ട് പിറ്റേ കൊല്ലം ഉണ്ടായി, കഴിഞ്ഞ കൊല്ലം ഉണ്ടായി. അതും മുകളിലോട്ട് നിറച്ചുണ്ടായി. ഇപ്രാവശ്യം വീണ്ടും ഉണ്ടായി. കഴിഞ്ഞ വർഷം എങ്ങനെ ഇതുപോലെ തന്നെ ഇത്ര ഉണ്ടായില്ല. അത് മുകളിലോട്ട് ഇതിപ്പോൾ ഇങ്ങനെ പടന്ന് ഞാൻ മുന്തിരി വെള്ളി പടത്താൻ വേണ്ടി നെറ്റിട്ടത് അതിലേക്ക് അങ്ങോട്ട് കയറി. അപ്പോൾ ഏതായാലും നടക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് കളയാന്ന് കരുതി. അപ്പോൾ മുന്തിരി അതിൻ്റെ മുകളിൽ മൂടിപ്പോയി. എന്നാലും സാരില്ല, ഇത് കഴിയിട്ടെന്ന് കരുതി. അങ്ങനെ ആണ് സംഭവം. ഇപ്പോൾ ഇത് കാണാനൊക്കെ അകലെ നിന്നൊക്കെ ആളുകൾ വന്നത്, അതിൽ നിന്നൊക്കെ ആൾക്കാർ വരും. ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് അവർ വിളിച്ച് ചോദിക്കും, ലൊക്കേഷൻ കൊടുക്കാൻ പറയും. അങ്ങനെ വരും, ഓട്ടോറിക്ഷക്കാരനൊക്കെ വരും. അങ്ങനെ നല്ല നമുക്കൊരു മനസ്സിന് സന്തോഷം അവർ വന്ന് കാണുമ്പോൾ. സത്യത്തിൽ ഇതൊരു വെറുതെ തമാശയായിട്ട് തുടങ്ങിയതാണ്. അല്ല, എനിക്ക് മൊത്തത്തിൽ ചെടിയും കൃഷിയൊക്കെ അടീനിയൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ വരുത്തിച്ചിട്ട് കാണാറുണ്ട്. ഇങ്ങനെയുള്ള ചെടികളും വെറൈറ്റി മുളകുകളൊക്കെ ഞാൻ കൊറിയർ വഴിയൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് ഇങ്ങനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടു. അപ്പോൾ അതാണ് ഞാൻ ഈ തൈ വാങ്ങാൻ കാര്യം. പക്ഷേ ഇത് ആൾക്കാർക്ക് പലരും ഇത് കാണുമ്പോൾ ഇതിൻ്റെ തൈ വേണം, ചെടി കമ്പ് വേണം എന്നൊക്കെ പറയണം. ഇത് ഞാൻ നട്ട് നോക്കിയിട്ട് ഇത് പിടിച്ച് കിട്ടാൻ താമസം, എന്താണെന്നറിയില്ല. ഈ കൊമ്പ് കൊട്ടിട്ടും പിടിക്കണില്ല. 10 നട്ടാൽ ചിലപ്പോൾ 2 പിടിക്കും. അങ്ങനെയൊക്കെ ഇനിയിപ്പം പൂ കഴിയുമ്പോൾ ഒന്ന് നട്ട് നോക്കണം. ഇതിപ്പോൾ ഫുള്ള് നോക്കി നടത്തുന്നത് ചേട്ടൻ മാത്രമാണോ? ഞാനും വൈഫുമാണ്, വേറെ ആരുമില്ല. മോള് ഇവിടെ ഇല്ല.